Hi friends, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ്യൂൾ 9ലെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ റിമൈനിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന മെഷീൻസിനെ കുറിച്ച്. മെഷീൻ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ഈ മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്ത് നമ്മൾ ഒരു പോയിന്റിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ അപ്ലൈ ചെയ്ത ഫോഴ്സ് വേറെ പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് ലോഡ് മൂവ് ആവുന്നു. ഇപ്പോൾ ഇങ്ങനെ ലോഡ് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ മെഷീൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാക്ക് ലിഫ്റ്റിംഗ് ആൻഡ് ഓട്ടോമൊബൈൽ വാൻ അല്ലെങ്കിൽ പ്രസ് ഓപ്പറേറ്റഡ് ബൈ ഹാൻഡ് ഒക്കെയാണ് മെഷീൻസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എഫേർട്ട് ആണ്. എഫേർട്ട് എന്ന് പറയുന്നത് ഒരു വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി എത്ര ഫോഴ്സ് ആണോ നമ്മൾ ഒരു മെഷീനിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എഫേർട്ട് എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി ആയിരിക്കും. ഈ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ലോഡാണ്. ലോഡ് എന്ന് പറയുന്നത് ഒരു മെഷീനിലേക്ക് എത്ര എമൗണ്ട് ഓഫ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെഷീൻ എത്രത്തോളം എമൗണ്ട് ഓഫ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ലോഡ് എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡബ്ല്യു ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജിനെ കുറിച്ചാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ലോഡ് ലിഫ്റ്റ് ചെയ്തതിന്റെയും എഫേർട്ട് അപ്ലൈ ചെയ്തതിന്റെയും റേഷ്യോനെയാണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും മോർ ദാൻ 1 ആയിരിക്കും. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? ലോഡ് ബൈ എഫേർട്ട് ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, മിക്കവാറും പ്രോബ്ലംസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെലോസിറ്റി റേഷ്യോ ആണ്. വെലോസിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ എഫേർട്ട് കാരണം ഒരു ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തതിന്റെയും പിന്നെ എത്ര ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ലോഡ് മൂവ് ചെയ്തതിന്റെയും റേഷ്യോനെയാണ് നമ്മൾ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ഒബ്ജക്റ്റ് ഡ്യൂ ടു എഫേർട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മെഷീന്റെ ഔട്ട്പുട്ടിനെ കുറിച്ചാണ്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ലോഡിന്റെയും ഒരു ലോഡ് മൂവ് ചെയ്ത ഡിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ലോഡ് ആയിരിക്കും. ഇനി അടുത്ത നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ മെഷീന്റെ ഇൻപുട്ടിനെ കുറിച്ചാണ്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എഫേർട്ടിന്റെയും ഒരു എഫേർട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ഇൻപുട്ട് ഇസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ എഫേർട്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫിഷ്യൻസി ഓഫ് ദ മെഷീൻ ആണ്. അപ്പോൾ നോർമൽ കേസസിൽ നമ്മൾ എഫിഷ്യൻസി പറയുകയാണെങ്കിൽ ഔട്ട്പുട്ടിന്റെയും ഇൻപുട്ടിന്റെയും റേഷ്യോനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ മെഷീൻസിന്റെ കേസിൽ പറയുമ്പോൾ അതെങ്ങനെ പറയും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെയും വെലോസിറ്റി റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെന്റേജിലായിരിക്കും. അപ്പൊ എഫിഷ്യൻസിയുടെ ഫോർമുല എങ്ങനെ വരും? ഒന്നേ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് വരും, അല്ലെങ്കിൽ ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ എന്ന് പറയും. അപ്പൊ ഇതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡിയൽ മെഷീൻ ആണ്. ഐഡിയൽ മെഷീൻ എന്ന് പറയുമ്പോൾ അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 100% ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിന് ഈക്വൽ ആയിരിക്കും. ഈ ഒരു എഫിഷ്യൻസി ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ മെഷീൻ ആണ്. റിവേഴ്സിബിൾ മെഷീൻ എന്ന് പറയുമ്പോൾ അതിൽ എഫേർട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മെഷീന് റിവേഴ്സ് ഡയറക്ഷനിൽ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റിവേഴ്സിബിൾ മെഷീൻ എന്ന് പറയും. അപ്പോൾ അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് മോർ ദാൻ 50% ആയിരിക്കും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ റിവേഴ്സിബിൾ അല്ലെങ്കിൽ സെൽഫ് ലോക്കിംഗ് മെഷീനാണ്. ഈ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ എഫേർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെഷീന് റിവേഴ്സ് ഡയറക്ഷനിൽ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെയുള്ള മെഷീനെയാണ് നമ്മൾ നോൺ റിവേഴ്സിബിൾ അല്ലെങ്കിൽ സെൽഫ് ലോക്കിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 50%-നേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് സിമ്പിൾ മെഷീൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു സ്ലോപ്പിംഗ് പ്ലെയിൻ യൂസ് ചെയ്ത് നമ്മൾ ഹെവി ബോഡീസിനെ റേസ് ചെയ്യുന്ന സിമ്പിൾ മെഷീൻസിനെയാണ് നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നത് 2 ഡയറക്ഷനിലായിരിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഒബ്ജക്റ്റിനെ ഡയഗണലി മൂവ് ചെയ്ത് ടോപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം അതിനെ ലിഫ്റ്റ് ചെയ്യും. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈഡ് വാക്ക് റാംസ്, ഹൈവേ അസസ് റാംസ്, ഇൻക്ലൈൻഡ് കൺവേ ബെൽറ്റ്സ് ഒക്കെയാണ് ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത് വീൽ ആൻഡ് ആക്സിൽ ആണ്. അതിലെന്ന് പറയുമ്പോൾ 2 പാർട്ട് ഉണ്ടാവും. ഒരു റിയൽ പാർട്ടും ഉണ്ടാവും, പിന്നെ ഒരു ആക്സിലും ഉണ്ടാവും.
ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് സർക്കുലർ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വീലിന്റെ അല്ലെങ്കിൽ ആക്സിയലിന് മൂവ് ചെയ്യുന്ന ആ ഒരു സ്പീഡിന് അല്ലെങ്കിൽ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിങ്ങിങ് ഔട്ട് എ ബക്കറ്റ് ഫ്രം ദ വെൽ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത് പുള്ളിയാണ്. പുള്ളി എന്ന് പറയുമ്പോൾ അതിലൊരു വീൽ ഉണ്ടാവും, പക്ഷെ ആക്സിയൽ ഉണ്ടാവില്ല. ഈ ഒരു ആക്സിയലിന് പകരം പുള്ളിയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് റോപ്പും കോഡും ബെൽറ്റും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ റോപ്പും കോഡും ബെൽറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വീലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു വീലിന്റെ റൊട്ടേഷൻ കാരണം മെക്കാനിക്കൽ എനർജി ഇൻക്രീസ് ചെയ്യും. ഈ മെക്കാനിക്കൽ എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട ഓബ്ജക്റ്റ് എന്ത് ചെയ്യും? പുഷ് ചെയ്യപ്പെടും. അങ്ങനെയാണ് നമ്മൾ പുള്ളി യൂസ് ചെയ്ത് ഒരു ഓബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൺ ഈസ് ഹോസ്റ്റിംഗ് എ ഫ്ലാഗ് യൂസിങ് എ റോപ്പ്. ഇനി നെക്സ്റ്റ് സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത് വെഡ്ജ് ആണ്. വെഡ്ജ് എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള ഓബ്ജക്ട്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ വൺസ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ മെഷീനെയാണ് നമ്മൾ വെഡ്ജ് എന്ന് പറയുന്നത്. വെഡ്ജിൽ എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആ ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റിൽ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള ഓബ്ജക്റ്റിനെ സ്മോളർ ഓബ്ജക്ട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് എടുക്കുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നെയിൽ സിങ്സ് ഇൻ ടു ദ ഓബ്ജക്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത് സ്ക്രൂ ആണ്. സ്ക്രൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഷാഫ്റ്റ് റാപ്ഡ് ബൈ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷാഫ്റ്റിനെയാണ് നമ്മൾ സ്ക്രൂ എന്ന് പറയുന്നത്. ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സാധനങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കാനും ലിഫ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സ്ക്രൂ, ബോൾട്ട്, ക്ലാമ്പ്, സ്പിന്നിങ് ടൂൾസ് ഇൻ സ്പൈറൽ സ്റ്റെയർകേസ് ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത് ലിവർ ആണ്. ലിവർ എന്ന് പറയുന്നത് ഹാൻഡി ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിൽ പിവേർട്ട് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഈ നെയിൽസിനെയൊക്കെ ലൂസ് ചെയ്യുന്ന ഹാമേഴ്സ്, പിന്നെ സീസോ ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലിവർ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ലിവർ ആണ്. ഫസ്റ്റ് ക്ലാസ് ലിവർ എന്ന് പറയുമ്പോൾ അതിൽ ഫുൾക്രം എന്ന് പറയുന്നത് സെൻട്രലായിരിക്കും. ഫുൾക്രം എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് പോർഷനെയാണ് നമ്മൾ ഫുൾക്രം എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഒരു വെയിറ്റും ഫോഴ്സും എന്ന് പറയുന്നത് രണ്ട് സൈഡ്സിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇതിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ ഫോഴ്സ്, ഫുൾക്രം, വെയിറ്റ് ഇങ്ങനെയായിരിക്കും വരിക. ഇനി ഫസ്റ്റ് ക്ലാസ് ലിവർ എന്ന് പറയുന്നത് ലിവറിലെ മോസ്റ്റ് ബേസിക് ടൈപ്പിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ലിവർ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അവർ ഹാൻഡ് പുഷിംഗ് ആൻ ഓബ്ജക്ട്, ഓ സീസോ, പിന്നെ ക്രോബാർസ്, പിന്നെ സിസേഴ്സ്, വീൽ ആൻഡ് ആക്സിൽ, പുള്ളിങ് എ നെയിൽ ഔട്ട് ഓഫ് വുഡൻ പ്ലാങ്ക്. ഇതൊക്കെയാണ് ഫസ്റ്റ് ക്ലാസ് ലിവറിന്റെ എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലിവർ എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് ലിവർ ആണ്. സെക്കൻഡ് ക്ലാസ് ലിവർ എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾക്രം എന്ന് പറയുന്നത് ഒരു എൻഡിലായിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് എൻഡിലായിട്ടായിരിക്കും ഈ ഒരു ഫോഴ്സ് ഉണ്ടാവുക. ഇനി വെയിറ്റ് എന്ന് പറയുന്നത് അതിന്റെ മിഡിലായിട്ടായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ ഫുൾക്രം, വെയിറ്റ്, ഫോഴ്സ് ഇങ്ങനെയാണ് വരിക. ഇനി എക്സാമ്പിൾസ് ആണെങ്കിൽ വീൽ ബാരോ, സ്റ്റാപ്ലേഴ്സ്, ഡോസ് ഓഫ് ഗേറ്റ്സ്, ബോട്ടിൽ ഓപ്പണേഴ്സ്, നട്ട് കട്ടേഴ്സ്, നെയിൽ കട്ടേഴ്സ് ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. ഇതിന്റെ എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലിവർ എന്ന് പറയുന്നത് തേർഡ് ക്ലാസ് ലിവർ ആണ്. തേർഡ് ക്ലാസ് ലിവർ എന്ന് പറയുമ്പോൾ അതിൽ ഒരു എൻഡിലായിരിക്കും ഫുൾക്രം ഉണ്ടാവുക. ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ പോർഷനിലായിരിക്കും. ഇനി വെയിറ്റ് എന്ന് പറയുന്നത് അതിന്റെ അതർ എൻഡിലായിരിക്കും. അപ്പൊ അതിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും? വെയിറ്റ്, ഫോഴ്സ്, ഫുൾക്രം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു കേസ് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു കുറച്ചുകൂടെ കൂടുതൽ എനർജി നമുക്ക് കൊടുക്കേണ്ടി വരും. കാരണം എന്തിനാണ്? ഈ ഒരു വെയിറ്റിനെ ലോങ്ങർ ഡിസ്റ്റൻസിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഫിഷിംഗ് റോഡ്, ബ്രൂം, ബാസ്കറ്റ് ബോൾ ബാറ്റ്, ബോ ആൻഡ് ആരോ, ഹ്യൂമൻ ജോ ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.